ഹായ്, നമസ്കാരം. എല്ലാവർക്കും വലിയൊരു നമസ്കാരം. ഇവിടെ ഇരിക്കുന്ന ആളെ തലക്കെട്ടൊന്നും കണ്ട് പേടിക്കണ്ട. ഇത് നമ്മുടെ സാക്ഷാൽ മുഹമ്മദ് മക്ബൂൽ മൻസൂർ, മുക്കത്തപ്പെണ്ണെ മൻസൂർ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹമാണ് നമ്മുടെ മുക്കത്തപ്പെണ്ണ എന്ന് പറഞ്ഞ പാട്ട് പാടിയിരിക്കുന്നതും അത് എഴുതിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം അതിന് മുമ്പ് എഴുതുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ മുമ്പിൽ ഇതുപോലെ ഹമ്മിങ്സ് ഒക്കെ പാടാൻ വേണ്ടി വന്നിരുന്ന ആളാണ്. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ മുമ്പിൽ ഇദ്ദേഹത്തിനെ കിട്ടിയുള്ളൂ. അപ്പോൾ ഞാനൊരു ട്യൂൺ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ട്യൂൺ കൊടുത്തിട്ട് പോയി. 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹം എഴുതി തന്നു. അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്തു. അതാണ് നിങ്ങളെല്ലാവരും കേൾക്കുന്ന മുക്കത്തെ പെണ്ണ് പറഞ്ഞ പാട്ട്. അപ്പോൾ അതിനൊരു വലിയ താങ്ക്സ്. അങ്ങനെ ലൈൻസ് എഴുതി തന്നെ. അന്ന് വളരെ പ്രണയ നൈരാശ്യത്തിലിരിക്കുകയായിരുന്നു ആ മൊമെൻറ്റിൽ. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പാട്ട് എഴുതാൻ കഴിഞ്ഞത്. പിന്നെ മക്ബൂൽ പറയൂ, എങ്ങനെയുണ്ട്? CAA ഒരു പാട്ട്, അതിൽ ദുൽഖർ പാടുന്ന പാട്ടിൽ ഒരു ഖവാലി ഏരിയ ഉണ്ട്. ആ ഖവാലി സിംഗിങ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ അത് എഴുതിയിരിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് പറയും നോക്കൂ. ആദ്യം തന്നെ വലിയൊരു നമസ്കാരം. ഗോപിച്ചൻ്റെ ഗോപിസുന്ദർ മ്യൂസിക് എന്നുള്ള മ്യൂസിക് കമ്പനി എന്നുള്ള പേജിലാണ്, ഇപ്പോൾ യൂട്യൂബിലാണ് നമ്മൾ നിങ്ങളെയൊക്കെ കണ്ട് സംസാരിക്കാൻ പറ്റുന്നത്. ആദ്യം തന്നെ വലിയൊരു നന്ദി പടച്ചവനോട്, പിന്നെ ഗോപിച്ചേട്ടനോട്, ദുൽഖറിനോട്, അമലേട്ടനോട്, എല്ലാവരോടും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് അമൽ നീരത് ഫിലിം ഗോപിസുന്ദർ മ്യൂസിക് ചെയ്യുന്നു, ദുൽഖർ സൽമാൻ അഭിനയിക്കുന്നു. ഇറ്റ്സ് എ ബിഗ് മൂവി. അപ്പോൾ നമുക്ക് ബിഗ്നേഴ്സിനെ പോലുള്ള ഒരാൾക്ക് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കിങ്ങനെയുള്ള നല്ല സിനിമകൾ കിട്ടുമ്പോൾ, നല്ല സിനിമയിൽ അതിലൊരു ബാക്കിങ്ങിൽ വെറുതെ ബാക്കിലിങ്ങനെ കിടക്കുന്ന ഒരു വോയിസ് ആണെങ്കിൽ പോലും ദാറ്റ് മേക്സ് മീ മോർ ഹാപ്പി. അപ്പോൾ കാരണം നമ്മൾ ആ സിനിമയുടെ ഒരു ഭാഗമാണ്, ഒരു ചെറിയൊരു ഭാഗമാണ്. വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പാട്ടിൽ അതൊരു ഓൾറെഡി ആ കഥയിൽ നടക്കുന്നൊരു സിറ്റുവേഷൻ ഗോപിച്ചേട്ടൻ പറഞ്ഞു തന്നു. അപ്പോൾ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ എഴുതി നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ്, ഞാൻ പാടിയ പോർഷൻ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മക്കുവിൻ്റെ വേറൊരു പ്രത്യേകം എന്താ, സാധാരണ സിംഗേഴ്സൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ചേട്ടാ ഞാൻ പാട്ട് പാടും, എനിക്ക് പാട്ട് പാടാൻ ചാൻസ് തന്നെ എന്ന് പറയും. ഏതെങ്കിലുമൊക്കെ പാട്ട് വന്ന് പാടിത്തരും, എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ പാടിക്കും, അല്ലെങ്കിൽ കോറസിൽ ഇട്ടിട്ട് കുറച്ച് നാൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിന് ശേഷം പതുക്കെ പാടിച്ച് അതിനൊരു മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരാറുണ്ട്. മക്ബൂലിനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു എവിടെയാ ചേട്ടാ? റെസ്റ്റോറൻറ്റിലോ അവിടെ അങ്ങനെ ഒരു പബ്ലിക് പ്ലേസ്, ചെന്നൈയിൽ ഒരു റെസ്റ്റോറൻറ്റ് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ കാണുന്നത്. അന്ന് ഇത്ര തടിയൊന്നുമില്ല, ഭയങ്കര മെലിഞ്ഞിട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് തോന്നി പട്ടിണിയായിരുന്നു. ഓക്കെ, ശരി. ഇപ്പോഴും പട്ടിണി തന്നെയാണോ? ഇപ്പോഴും പട്ടിണി തന്നെയാണ്. അതെ, അത് മുക്കത്തെ പെണ്ണെന്ന് പറഞ്ഞാൽ വലിയൊരു പാട്ട് ഹിറ്റായിട്ട് പോലും പട്ടിണിയായിട്ട് നടക്കുന്ന ഒരാളാണ്. പാവം, കണ്ടു കഴിഞ്ഞാൽ പറയും പട്ടിണിയാണെന്ന്. എനിവേ, അപ്പോൾ മക്ബൂൽ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് പാടുന്നു. അപ്പോൾ നാളെ സ്റ്റുഡിയോയിൽ വരും, ഒരു പാട്ട് പാടിത്തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നാളെ സ്റ്റുഡിയോ വരാമെന്നൊക്കെ പറഞ്ഞ് പോയി. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം വന്ന് 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേക്ക് എന്നെ ഫോണിൽ ഗോപിച്ചേട്ടൻ വിളിക്കാം. അപ്പോൾ ദാറ്റ് വാസ് എ കറക്റ്റ്. എൻ്റെ സംസാരം കേട്ടിട്ട് പുള്ളി ഓക്കെ നമ്പർ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ അങ്ങോട്ട് പോയി പരിചയപ്പെടായിരുന്നു. ചേട്ടൻ ജ്യൂസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ അപ്പോൾ ഇറച്ചിക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി ഓടി വന്നു, ഞാൻ സംസാരിച്ചു, നമ്പർ വാങ്ങിച്ചു. അപ്പോൾ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ കോൾ വന്നു. അപ്പോൾ ദാറ്റ് വാസ് മൈ ബർത്ത്ഡേ, ഓൺ മൈ ബർത്ത്ഡേ. എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. ചേട്ടൻ വിളിച്ചു, അന്ന് തന്നെ പോയി പാടി. സാധാരണ എൻ്റെ സ്റ്റുഡിയോയിൽ വന്നിട്ട് സാധാരണ ഒരു സിംഗർ പാടും, അതിനോട്ടാണ് ഞാൻ വരുന്നത്. പാടുമ്പോൾ ഫസ്റ്റ് ഏതെങ്കിലും ഒരു പാട്ട് പാടുമല്ലോ. അത് ശരി, ഞാൻ പാടാമെന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് അള്ളാണ് ഇദ്ദേഹം വാങ്കാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങേർക്ക് എന്താ സംഭവിച്ചത്, പാട്ടല്ലേ പാടുന്നത്, നമുക്കിപ്പോൾ അള്ളാന്ന് പറഞ്ഞിട്ട് വാങ്ക് വിളിക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് ശരിക്കും വട്ടനാണ്, ഭ്രാന്തനാണെന്നുള്ള കാര്യം അന്ന് എനിക്ക് മനസ്സിലായി. ഇത് ശരിക്കും ഭ്രാന്തനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഭ്രാന്തനെന്ന് ഞാൻ പറഞ്ഞു, സോറി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭ്രാന്തന്മാരുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മളൊക്കെ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ. ചിലർക്ക് അത് ഇത്തിരി കൂടുതലായിരിക്കും. അത് ബാക്കിയുള്ളവർക്ക് അത് ഭ്രാന്താണെന്ന് തോന്നുന്നിടത്താണ് അദ്ദേഹം ഒരു ഭ്രാന്തനായി മാറുന്നത്. സോ ഫസ്റ്റ് ടൈം പാടാൻ വന്നിട്ട് വാങ്ങ് വിളിച്ച വ്യക്തിയാണ് അദ്ദേഹം. അന്ന് തന്നെ കാര്യം എന്താ പറയുമ്പോൾ, അന്ന് ഞാൻ നോട്ട് ചെയ്തു ഇദ്ദേഹത്തിന് സംതിങ് ഡിഫറെൻറ്റ്. നമ്മൾ സാധാരണ ഒരു വ്യക്തിയല്ല ഇദ്ദേഹം, എന്തോ ഒരു പുതുമയുള്ള വ്യക്തിയാണ്. ഒരാളോട് പാട്ട് പാടാൻ പറയുമ്പോൾ വാങ്ങ് വിളിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ മുഹമ്മദ് മക്ബൂൽ മൻസൂർ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന് M ഇദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞിട്ട് ആ മുക്കത്തെ പെണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്കായിട്ടുള്ള ആ പാട്ട് പാടിക്കാതെ വിടുന്നത് ശരിയല്ലോ. അതുകൊണ്ട് ആ പാട്ടൊന്ന് പാടിത്തന്നെ. എക്സാക്ട്ലി. ആദ്യം തന്നെ പഠിച്ചവന് ഒരുപാട് നന്ദി വീണ്ടും പറയാണ്. ഗോപിച്ചേട്ടന് നന്ദി. ആ സിറ്റുവേഷനിൽ ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ ഇതുപോലെ എൻ്റെ ഒരു ബർത്ത്ഡേക്ക് 13th നൈറ്റാണ് ആ പാട്ട് റെക്കോർഡ് ചെയ്ത്
അത് ഫൈനലൈസ് ചെയ്യുന്നു 14th എൻ്റെ മക്ബൂൽ എനിക്ക് പാടിയിട്ടുള്ള എല്ലാ പാട്ടും റെക്കോർഡ് ചെയ്യുന്നത് മക്ബൂലിന്റെ ബർത്ത്ഡേക്കാണ്. ഇനിയിപ്പോൾ അടുത്ത വർഷം വേണം ഇനി അടുത്ത റെക്കോർഡിങ് കേട്ടോ. ഡേറ്റ് ഒക്കെ നോക്കി വെക്കണം. പഠിക്കും. അപ്പോൾ ആ പാട്ട് ദൈവം സഹായിച്ച് എനിക്ക് എഴുതാനും പാടാനും പറ്റി. ചേട്ടൻ്റെ മ്യൂസിക്കിൽ അത് രണ്ടുപേരും നിങ്ങൾക്കായിട്ട് പാടാം. എന്നിലേലിനാൽ പടച്ച പെണ്ണെ, മുക്കത്തെ മണ്ണിലായി പിറന്ന പെണ്ണെ, എന്നിലെ റൂഹിലെ പകുതിയല്ലേ, എന്നിലെ നൂറായി നീ നിറഞ്ഞതല്ലേ, എന്നിലെ വെളിച്ചവും നീയേ, മുത്തായി നീ മിന്നണ മാലയല്ലേ, എന്നിലെ ഇഷ്കിൻ്റെ നൂറേ, ആരും കാണാവോളിയും നീയേ, എൻ്റെ കിതാബിലെ പെണ്ണേ, എൻ്റെ കിതാബിലെ പെണ്ണേ. സാമഗാപമാനിദപാ ഗമപഗരെ സനിസാ, സാമഗാപമാനിദപാ ഗമപഗരെ സനിസാ, സഗമപനി സനിദപനി നിസരിഗ സനിദപനിദ, സഗമപനി സനിദപനി മപ ദപ മമഗ നിസ മഗരെ നിസ, നിസ മഗരെ നിസ, എന്നിലേലിനാൽ പടച്ച പെണ്ണെ, മുക്കത്തെ മണ്ണിലായി പിറന്ന പെണ്ണെ, എന്നിലെ റൂഹിലെ പകുതിയല്ലേ, എന്നിലെ നൂറായി നീ നിറഞ്ഞതല്ലേ, എന്നിലെ വെളിച്ചവും നീയേ, മുത്തായി നീ മിന്നണ മാലയല്ലേ, എന്നിലെ ഇഷ്കിൻ്റെ നൂറേ, ആരും കാണാവൊളിയും നീയേ, എൻ്റെ കിതാബിലെ പെണ്ണേ, എൻ്റെ കിതാബിലെ പെണ്ണേ. അപ്പോൾ പിന്നീട് എനിക്ക് പല പാട്ടുകളിലും ഇങ്ങനെ ബാക്കിംഗ് വോക്കൽസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോരോ പാട്ടുകളിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ശകലങ്ങൾ ഹമ്മിങ് ഒക്കെ വരും. ഇപ്പോൾ ഏതു കരി രാവിലെ, ഈ അടുത്ത കാലത്താണ് ആദ്യത്തിലൊരു പാട്ട് പാടുന്നത്. അതിനുശേഷം ഏതു കരി രാവിലെ എന്ന് പറഞ്ഞ പാട്ടിൽ ഒരു അത് പാടി, അയ്യോ അത് ഭയങ്കര ഹൈ നോട്ട്, ഒരു ഹൈ പിച്ചിൻ്റെ ആളാണ് ചുമ്മാ പറഞ്ഞത്. ആ പാട് അത് ഞാൻ പതുക്കെ പാടാം. പതുക്കെ പാടണ്ട, പഠിക്കും, ധൈര്യമായിട്ട് പഠിക്കും. അപ്പോൾ ഹരിചരൻ അതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ അത് ഇൻട്രോ പാടിയ ഇദ്ദേഹമാണ് കേട്ടോ ആ പാട്ടിൽ. അതാണ് ആ മൂഡ് സെറ്റ് ചെയ്യുന്ന ആ പാട്ടിൻ്റെ. അപ്പോൾ ഇങ്ങനെ ഒരു വോയിസിന് ഉടമയാണ്, വളരെ വ്യത്യസ്തമായ വോയിസാണ്. അപ്പോൾ CAA എന്താ പറയുക, ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ് ആണ്. അത് ഡിക്കിൻ്റെ കൂടെ പാടി, അതൊക്കെ വലിയൊരു സന്തോഷം. അള്ളാൻ്റെ ഒരുപാട് അനുഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. ഇനി ഒരുപാട് പാട്ടുകൾ ഇറങ്ങാനുണ്ട്. അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ വോയിസ് മാക്സിമം മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. മക്ബൂൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ കൂടുതൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിംഗർ. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ഞാൻ മാത്രം ഉപയോഗിക്കുന്ന കുറേ സിംഗേഴ്സുണ്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ഇവരെയൊക്കെ ഉപയോഗിക്കണം, ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൗണ്ട്സ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ ചാനൽ വഴി ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ അത്രയൊക്കെ ഉള്ളൂ അല്ലേ മക്ബൂലെ? ഇനി എന്താ പരിപാടി? ഇപ്പോൾ മക്ബൂൽ ഇപ്പോൾ ഫിലിം മേക്കർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് വല്ലതും പറയണമെങ്കിൽ പറയാം. ഒന്നുമില്ല. അപ്പൊ ഒന്നും പറയണ്ട. അപ്പൊ ഇനി മിണ്ടരുത്. ഇനി ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം ഒരു ഡയറക്ഷനിലോട്ട് ഇറങ്ങുകയാണ്. അദ്ദേഹം ഒരു ഡയറക്ഷൻ ചെയ്യാൻ പോവുകയാണ്. അതിൽ ഇപ്പോൾ ഒരു നല്ലൊരു ആർട്ടിസ്റ്റിനെ
അതായത് അതിനോട് ചേരുന്ന രീതിയിലുള്ളൊരു ആർട്ടിസ്റ്റിനെ ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയതായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സമീപിക്കാം അല്ലേ? ആയിക്കോട്ടെ. വലിയ ഹീറോസ് വേണം നിർബന്ധമില്ല. ഇല്ല. ഓക്കെ. അല്ല, ഒരു സിനിമ ചെയ്യണമെന്ന് ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ്. ഞാൻ ഫിലിം മേക്കിങ്ങും സൗണ്ട് എഞ്ചിനീയറിംഗുമാണ് പഠിച്ച ചെന്നൈന്ന്. ഡ്രോപ്പ് ഔട്ട് സ്റ്റുഡൻറ്റ്, ബട്ട് സ്റ്റിൽ നമ്മുടെ പാഷൻ കൊണ്ട്, നമ്മുടെ ഇഷ്ടം കൊണ്ട് ചെയ്തു പോകുന്നതാണ്. ഇഷ്ടം കൊണ്ടാണ് ഇപ്പോൾ പാടുന്നത്, എഴുതുന്നത്, ഇപ്പോൾ സിനിമ ചെയ്യാൻ നിൽക്കുന്നത്. ഇഷ്ടമാണ്. എത്രത്തോളം ഇഷ്ടമെന്ന് പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞാൽ എല്ലാത്തിനോടും പ്രണയ നൈരാശ്യമാണ്. ക്യാമറയോട്, മൈക്കിനോട്, നമ്മളോട് തന്നെയും എല്ലാത്തിനോടും പ്രണയമാണ്. അത് കിട്ടാണ്ടാവുമ്പോൾ അതിനോടും നൈരാശ്യം ഉണ്ടാവും. അപ്പോൾ അല്ലാണ്ട് ഒരു പ്രത്യേക പ്രണയം ഏതെങ്കിലും ഒന്നിനോട് പ്രണയം വെക്കണം എന്നുള്ള പല 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 കാര്യങ്ങളിലാണ് ഇദ്ദേഹത്തിന് പ്രണയം. ഡയറക്ഷൻ ചെയ്യണം, പറ്റുമെങ്കിൽ അഭിനയിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ പാട്ട് പാടും, ലിറിക്സ് എഴുതും, ഒരു സകലകലാബലവനാണ്. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാലോ, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഇഷ്ടം എല്ലാത്തിനോടും ഇഷ്ടം കൊണ്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെ നൈരാശ്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രത്യേകതരം വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ പരിചയപ്പെടാൻ നമ്മുടെ ചാനലിലൂടെ എല്ലാവർക്കും സാധിച്ചു. അതിലൊരു വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരെയും ഈ ചാനലിലൂടെ കാണാൻ പറ്റിയതിനും ഗോപിസുന്ദർ മ്യൂസിക് കമ്പനി എന്നുള്ള ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഇനിയും കൂടുതൽ പാട്ടുകളും കൂടുതൽ നല്ല സിനിമകളുടെയും കൂടെ ഒരു ഹമ്മിങ് ആണെങ്കിലും ഈ പറഞ്ഞ ആലാപാണെങ്കിലും പാടി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വരാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഏറ്റവും നല്ല പടങ്ങൾ മലയാള സിനിമയിൽ സംഭവിക്കട്ടെ, അതിൻ്റെയൊക്കെ ഭാഗമാവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ, നമ്മളെപ്പോലെ പുറത്തുള്ളവർക്കും കഴിയട്ടെ. കാരണം നമ്മൾ എത്രയോ പേരുടെ ആഗ്രഹമായിരിക്കാം നമ്മളൊരാളിലൂടെ നിറവേറുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. എന്നെക്കാളും കഴിവുള്ള എത്രയോ പേര് പുറത്തുണ്ടാവും. അവരുടെയൊക്കെ ഒരു വേദനയോ അവരുടെയൊക്കെ ഒരു ആഗ്രഹങ്ങളോ കൊണ്ട് ചിലപ്പോൾ നമ്മളായിരിക്കും അവരെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് പാടുന്നത്. അപ്പോൾ അത് എന്നും ഈശ്വരൻ നിലനിർത്തി തരട്ടെ. ഇൻഡസ്ട്രിക്ക് പുറത്തുള്ളവരൊക്കെ നമിച്ചതിന് ഒരുപാട് നന്ദി. ആൻഡ് ഇതാണ് മക്ബൂൽ. സോ മക്ബൂലിനെ എല്ലാവരും പരിചയപ്പെട്ടല്ലോ, എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ, ഗോപിസുന്ദർ മ്യൂസിക് കമ്പനി. മിഷലായി ഞാൻ ചെഞ്ചുണ്ടിൽ 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 ചേർന്നു സുന്ദരി പെണ്ണ്. അതിൽ വായിച്ച ഗിറ്റാറും അവർ ചോദിക്കണം ഇതിൽ നാസറുണ്ടോന്നേക്കണം. അത്രയും അറിയാണ്ടാണ് പോയിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ഹോം പോലെ എനിക്ക് ഞാനൊരു ഡബ്ബിംഗ് സ്റ്റുഡിയോ പോകുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ വരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.